ഇന്ത്യക്കാരെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ നിന്നും വരുന്ന വാർത്ത സന്തോഷം നൽകുന്നതാണ്. കാരണം അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ എല്ലാ കാലത്തും വേട്ടയാടപ്പെടുന്നതാണ് അവിടെ നിന്നും വരുന്ന വാർത്ത. അവരെ കൊലപ്പെടുത്തി പീഡനം ഏറ്റുവാങ്ങി ആ രീതിയിലുള്ള വാർത്തയാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത കറാച്ചിയിൽ നിന്നാണല്ലോ. അവിടെ രാമായണം ഒരു നാടകമായി അവതരിപ്പിക്കുകയും അത് കാണാനായി വലിയ തിരക്കും അത് മികച്ച പ്രതികരണത്തോടു കൂടി തന്നെ പല വേദികളിലും അവതരിപ്പിക്കാൻ അവസരവും ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു മാറ്റം? അല്ല, അത് ഇപ്പോൾ പെട്ടെന്നുണ്ടായൊരു മാറ്റമല്ല. മുമ്പും ഈ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാനിൽ അവരുടേതായ സംഭാവന ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഖവാലി, അതുപോലെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഗസൽ, ഇതിനൊക്കെ ഹിന്ദുസ്ഥാനി സംഗീതത്തിനൊക്കെ പാകിസ്ഥാനിൽ വേരോട്ടമുണ്ട്. പിന്നെ ഈ ഒരു മതമൗലികവാദം ശക്തിപ്പെട്ടതിന് ശേഷമാണ്, അതായത് അവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ സൈന്യം ഈ മതത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതൽക്കാണ് പാകിസ്ഥാനിൽ ഇതിനൊക്കെ തിരിച്ചടി നേരിട്ട് തുടങ്ങിയത്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. വളരെ പണ്ട് തൊട്ട് തന്നെ ഈ ലാഹോറിലും കറാച്ചിയിലും ഇസ്ലാമാബാദിലും ഒക്കെ ഹിന്ദുസ്ഥാനി സംഗീതത്തിനടക്കം അതിൻ്റേതായ ഒരു പ്രഭാവം ഉണ്ടായിരുന്നു. ഗസലുകൾക്ക്, ഖവാലികൾക്ക് ഒക്കെ വലിയ സ്വാധീനം ജനങ്ങളിൽ ചെലുത്താൻ ഒരു കാലത്ത് സാധിച്ചിരുന്നു. നല്ല പാട്ടുകാരും അവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയിലേക്ക് നമുക്ക് വരാം. അതാണ് ഈ സാധാരണ നിലയ്ക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്ന ഒരു സംവിധാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ആ ഒരു ഒഴുക്കിന് വിരുദ്ധമായ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മാത്രമല്ല, അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നും കൂടിയുള്ളതാണ് അതിൻ്റെ പ്രസക്തി. രാമായണം നാടകമായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ് അവിടെ. അത് ഈ വലിയ പിന്തുണ കാണികളിൽ നിന്ന് അതിന് ലഭിച്ചു എന്നുള്ളതാണ്. സാധാരണ നിലയ്ക്ക് അവിടുത്തെ മതമൗലികവാദികളും ഈ തീവ്രവാദികളുമൊക്കെ ഇതിനെതിരായിട്ട് രംഗത്ത് വരികയും ഈ കലാകാരന്മാരെ ആക്രമിക്കുകയും ഒരു പരിധിവരെ അവരെ ചിലരെയൊക്കെ വെടിവെച്ച് കൊലപ്പെടുത്തുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തും കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ 2 മാസത്തിനിടയിൽ നോക്കുകയാണെങ്കിൽ അല്ലേ, അതെ, ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഈ ഇത്രയും സംഘർഷാത്മകമായൊരു സാഹചര്യം പാകിസ്ഥാനിൽ നിലനിൽക്കുമ്പോൾ, അത് ഇന്ത്യയുമായിട്ടുള്ള സംഘർഷം മാത്രമല്ല, ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ അവിടെ കഴിഞ്ഞ ദിവസവും 6 പാക് പൗരന്മാരെ, പ്രത്യേകിച്ചും ഈ പക്തൂൺ, സിന്ധ്, പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ വാഹനത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയും നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വളരെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാകിസ്ഥാൻ മാത്രമല്ല, ബംഗ്ലാദേശിലും ന്യൂനപക്ഷം വലിയ രീതിയിൽ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. അവിടെ ക്ഷേത്രങ്ങൾ തകർക്കുന്നു, സന്യാസിമാരെ ജയിലിലാക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാനിൽ നിന്നും പതിവില്ലാത്തൊരു വാർത്ത വരുന്നത്. അതെ, അതുകൊണ്ടാണ് ആ വാർത്തയ്ക്ക് പ്രാധാന്യം വരുന്നത്. ഇത് മൗജ് എന്ന് പറയുന്ന ഒരു നാടക സംഘമാണ് ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത്. രാമായണത്തെ നാടകമാക്കി അരങ്ങിലെത്തിച്ചിരിക്കുന്നത്. ഈ നിർമ്മിത ബുദ്ധി ഉണ്ടല്ലോ, AI, അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവതരണത്തെ ഈ നിർമ്മിത ബുദ്ധിയുടെ കൂടി ഒരു ഇടപെടൽ, അല്ലെങ്കിൽ അതിൻ്റെ അതും കൂടി ചേർത്തുകൊണ്ടാണ് ഈ നാടകത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ചലച്ചിത്ര ലോകത്തെ ആസ്വാദകരും നിരൂപകരും ഒക്കെ വലിയ അഭിനന്ദനവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാടകത്തിൻ്റെ പേരിൽ അതൃപ്തിയോ ഭീഷണിയോ ഫത്വയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ നാടകം അവതരിപ്പിക്കരുത്, കാരണം നാടകവും സംഗീതവും ഒക്കെ ഹറാമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ഇസ്ലാമിലുണ്ട്. നേരെ മറിച്ച് അതിനെല്ലാം സ്വാഗതം ചെയ്യുന്ന ആൾക്കാരും ഇസ്ലാമിലുണ്ട്. നല്ല മികച്ച കലാകാരന്മാർ ധാരാളം പേർ ഇസ്ലാമിലുണ്ട്. അവർ സിനിമയെ, നാടകത്തെ ഒക്കെ അങ്ങേയറ്റം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗവും കൂടിയാണവർ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അതൃപ്തിയോ വെല്ലുവിളിയോ ഒന്നും വന്നിട്ടില്ല, ഫത്വയോ ഒന്നും വന്നിട്ടില്ല എന്നാണ്. ലാഹോറും കറാച്ചിയും എല്ലാം വലിയ രീതിയിൽ തന്നെ ഹിന്ദുക്കൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശമാണ്. 1947 ശേഷമാണ് അവിടെ ക്രമാതീതമായി ഹിന്ദു ജനസംഖ്യ കുറയുകയും മുസ്ലിം ജനസംഖ്യ കണ്ടമാനം വർദ്ധിക്കുകയും ഒപ്പം ഈ എന്താ പറയുക, ന്യൂനപക്ഷ വേട്ട അവിടെ ആരംഭിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ സംവിധായകൻ തന്നെ ഒരു ഹിന്ദുവാണ്.
യോഹേശ്വർ കരേര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതിൽ അഭിനയിച്ചത് റാണ കാസ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവരാണ് ഇതിൻ്റെ നിർമ്മാതാവ്. ഇതിന് പണം മുടക്കിയിരിക്കുന്നവരാണ്. അവരാണ് സീതയുടെ വേഷം അഭിനയിച്ചിരിക്കുന്നത് ഈ നാടകത്തിൽ. അങ്ങനെ വളരെ എന്താ പറയുക, ഒരു വ്യത്യസ്തമായ എന്നാൽ ആശാവഹമായ പ്രതീക്ഷാനിർഭരമായ ഒരു വാർത്ത പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളല്ല, ഒരു 90-കൾക്ക് ശേഷം മതമൗലികവാദികൾ പാകിസ്ഥാനിൽ വളരെ ശക്തമായിട്ട് പിടിമുറുക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഒപ്പം ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ അതിശക്തമായ ഇടപെടലും കൂടി ആയപ്പോൾ ഈ പറയുന്നത് പോലെ സംഗീതത്തിനും നാടകത്തിനും സിനിമയ്ക്കും കലയ്ക്കുമൊക്കെ അവിടെ വലിയ തിരിച്ചടി നേരിട്ടു. അതിനൊക്കെ ഈ പറയുന്നത് പോലെ രംഗത്ത് അവതരിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം, അതിനെതിരെ ഫത്വ വരിക, മതനിന്ദ കുറ്റം ആരോപിക്കുക, അങ്ങനെ ആ കുറ്റം ആരോപിച്ച് അതിൻ്റെ സംവിധായകനെയും നിർമ്മാതാവിനെയും നടന്മാരെയും നടിമാരെയും ഒക്കെ അവർക്കെതിരെ വാളോങ്ങുക, ചിലരെയെങ്കിലും കൊലപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിന് ബദലായിട്ട് ഇപ്പോഴിതാ ജനങ്ങളുടെ കൂടി കാരണം പാകിസ്ഥാൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ പാരമ്പര്യമാണ്. ഇന്ത്യയിൽ നിന്ന് വേറിട്ടൊരു പാരമ്പര്യം പാകിസ്ഥാൻ അവകാശപ്പെടാനില്ല. അസിം മുനീറൊക്കെ പറയും ഞങ്ങൾ വ്യത്യസ്തരാണ്, അവർ കാഫറാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നൊക്കെ പറയുമെങ്കിലും ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു പാരമ്പര്യം പറയാനായിട്ട് പാകിസ്ഥാൻ ഇല്ല. അതെ, ഗൾഫ് രാജ്യങ്ങൾ ഇതിനെ തിരിച്ചു പറയുന്നല്ലേ? അതെ, ഈ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാഫറാണ്, അവരാണ് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത്. അതെ, യഥാർത്ഥ മുസ്ലിങ്ങൾ തങ്ങളാണ്. അതെ, അവർ ഈ പാകിസ്ഥാനി മുസ്ലിങ്ങളെയോ ഈ പറയുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പോലും അവർ വലുതായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യക്കാരായതുകൊണ്ട് മാത്രം പരിഗണന കിട്ടുന്നതാണ്. അതേസമയം പാക് മുസ്ലിങ്ങൾ, അതുപോലെ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ, ഇവർക്കൊക്കെ ഇന്തോനേഷ്യയിലെ ഇവരെയൊക്കെ ഗൾഫ് രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഇവരൊക്കെ മതം മാറി വന്നവരുടെ പുതിയ തലമുറയാണ് എന്നൊരു നിലപാടാണ് അവർക്കുള്ളത്. അതിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കൊരു പരിഗണന കിട്ടുന്നത് അവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്നതുകൊണ്ട് കൂടിയാണ്. ഇന്ത്യയുമായിട്ട് അവർക്ക് വളരെ നല്ല ബന്ധം അവർ കാത്തു സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇന്ത്യയിലെ മറ്റ് മുസ്ലിങ്ങളല്ലാത്ത മറ്റു വിഭാഗങ്ങളുമായിട്ടും അവർ ഈ അറബ് രാഷ്ട്രങ്ങൾ മികച്ച ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടും. അപ്പോൾ അവിടെ നാടകം നിരോധിച്ചില്ലേ, മതനിന്ദ കുറ്റം ആരോപിച്ചില്ലേ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. നമുക്കറിയാം അത് കഴിഞ്ഞ ഈ 90-കൾക്ക് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണല്ലോ, 90-കൾക്ക് ശേഷം വളരെ ശക്തമായ മതമൗലികവാദം പാകിസ്ഥാനിൽ ഉടലെടുത്തു. അതിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും ഈ കാശ്മീരും ഇന്ത്യയും ഒക്കെ അവരുടെ എതിർപക്ഷത്ത് വരുന്നത്. പക്ഷെ ജനങ്ങൾ ഈ പറയുന്നത് പോലെ ഇന്ത്യ വിരോധമൊക്കെ അവർക്കുണ്ടെങ്കിൽ കൂടി ഈ ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന് ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു നാടകം, അതും രാമായണത്തെ ആസ്പദമാക്കി. നമുക്കറിയാം ബലൂചിസ്ഥാൻ വിഷയമായിരിക്കും ആ രാജ്യത്ത് ചില മാറ്റങ്ങളെല്ലാം വരുത്തുന്നത്. പൂർണ്ണമായി ശ്രദ്ധ തന്നെ ബലൂചിസ്ഥാനിലേക്ക് പോകുന്നു എന്നൊരു ചിന്ത ഉണ്ട്. അല്ല, ബലൂചിസ്ഥാൻ മാത്രമല്ല, ബലൂചിസ്ഥാൻ അവരുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷെ അതിലുപരി പാകിസ്ഥാൻ നേരിടുന്ന മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവർക്ക് നിൽക്കക്കള്ളി ഇല്ലാതായിരിക്കുന്നു. നിലനിൽക്കണമെങ്കിൽ അവർക്ക് ഈ അമേരിക്കയോ ചൈനയോ ഒക്കെ പോലെയുള്ള രാജ്യങ്ങൾ പറയുന്നത് കേട്ട് മാത്രമേ നിലനിൽക്കാൻ സാധിക്കൂ. എന്നാൽ അവർക്ക് ഇന്ത്യയുമായുള്ള ബന്ധം മുറിച്ചു കളയാൻ പറ്റില്ല. ഉദാഹരണത്തിന് നദീജലം, അത് ഇന്ത്യയിൽ നിന്ന് നദീജലം ഒഴുകി അവിടെ എത്തിയില്ലെങ്കിൽ പാകിസ്ഥാൻ വരണ്ടുണങ്ങി മരുഭൂമിയായി മാറും. അത് ഈ സിന്ധിലെയും പഞ്ചാബിലെയും പക്തൂണിലെയും ഒക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബലൂചിസ്ഥാനാണ് കുറച്ചുകൂടെ ഇറാനോട് അടുത്ത് കിടക്കുന്ന ഒരു വലിയ പ്രവിശ്യയാണ്. അവിടെ കൃഷിയേക്കാൾ കൂടുതൽ ധാതു സമ്പത്താണുള്ളത്. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാന് എന്നും ഒരു പരാതിയുണ്ട്. ഈ ധാതു സമ്പത്ത് കൊള്ളയടിക്കുന്ന പാക് ഭരണ നേതൃത്വം ബലൂചിസ്ഥാൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ബലൂജ് നിവാസികളെ അടിമകളെപ്പോലെയാണ് പാകിസ്ഥാൻ കരുതുന്നത്. ഇത്തരം ആക്ഷേപങ്ങളൊക്കെയുണ്ട്. എന്തായാലും ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു വല്ലാത്ത സമ്മർദ്ദത്തിൽ കഴിയുന്ന പാകിസ്ഥാനിൽ നിന്ന് ഒരു പ്രതീക്ഷയുടെ നേർത്ത ഒരു കൈത്തിരി വെട്ടം തെളിഞ്ഞിരിക്കുകയാണ്. അതും രാമായണത്തെ ആസ്പദമാക്കി ഒരു നാടകം അവിടെ നിർമ്മിച്ചിരിക്കുന്നു. അതിനെതിരെ അതിനെ നിരോധിക്കാനോ അതിനെ ഇകഴ്ത്താനോ അതിനെ മോശമാക്കി പ്രചരിപ്പിക്കാനോ ഒന്നും കാണികൾ ആരും രംഗത്ത് വന്നില്ല. മറിച്ച് ആ നാടകം കാണുകയും അതിലെ മികച്ച പ്രകടനത്തെ അവർ അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. അത് ഇന്ത്യക്കും പാകിസ്ഥാനോടുള്ള പാകിസ്ഥാനെക്കുറിച്ചുള്ള
മനോഭാവത്തിൽ ഒരു മാറ്റം വരുത്താൻ ഈ സംഭവം കാരണമാകുമെന്ന് തീർച്ചയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.